കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 150 ഗ്രാം കാണും. ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരിപ്പോൾ 1/2 കപ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 1/4 ഭാഗത്തോളം കാണും. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 100 ഗ്രാമോളം കാണും. അധികം പുളിയില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും തൈരും നന്നായിട്ട് റിയാക്റ്റായി നല്ലൊരു പതഞ്ഞ് വരും. ആ ഒരു സമയം വരെ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നോക്കുക, അത് നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കരയും ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒരുപാട് കട്ടിയായിട്ടല്ല ഈ ഒരു കൂട്ട് വേണ്ടത്. അപ്പോൾ ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആകാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനി ഒരു മിനിറ്റ് നേരത്തോളം നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. നല്ല കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് ഉണ്ടാകുക. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം. കൂടുതൽ സമയം വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ മിനിമം 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകേണ്ടത്. ഒരുപാട് കട്ടി കൂടിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. നമുക്കിത് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിടാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലൊരല്പം വെള്ളമാക്കിയിട്ട് നമുക്ക് കൂട്ടെടുക്കാം. അപ്പോൾ കയ്യിലൊട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ലോയിലേക്ക് ആക്കി വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറി വരും. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിൽ ശർക്കര ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊക്കെ മാറി വരും, പക്ഷെ ഉള്ളോളം വെന്ത് വരില്ല. ഇപ്പോൾ നോക്കൂ, അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് ബോളിൻ്റെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി തിരിച്ചും മറിച്ചൊക്കെയിട്ട് നമുക്ക് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ് ബോണ്ടയാണ്. നേരത്തെ കൂട്ട് റെഡിയാക്കി വെക്കണം എന്നുള്ള ആ ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. ബാക്കിയുള്ള കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.